പ്രൊവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടകര ചോറോട് 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അവസാന സ്പെയിനിന്റെ കോൺക്രീറ്റ് ഇന്ന്. ചേടിയാലക്കടവ് പാല നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പൊളിച്ചു മാറ്റിയ കെട്ടിടാവശിഷ്ടങ്ങൾ റോഡരികിൽ തള്ളി. കാൽനട യാത്രക്കാരും യോഗികളും ദുരിതത്തിൽ. വളയം UP സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനം. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ KK സജീവ് കുമാറിന് യാത്രയയപ്പ് നൽകി. വാർത്തകൾ വിശദമായി. ചോറോട് 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുവട്ടാങ്കണ്ടി അൻസാർ മഹലിൽ നിസ മെഹക്കാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഠിച്ച ശേഷം TV കണ്ടാൽ മതിയെന്ന് വീട്ടുകാർ പറഞ്ഞതിൽ മനം നൊന്താണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒരു നാടിന്റെ കാത്തിരിപ്പിന് അവസാനമാകുന്നു. ചേടിയാലക്കടവ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അവസാന സ്പെയിനിന്റെ കോൺക്രീറ്റ് ഇന്ന് പൂർത്തിയാക്കും. തൂടേരി പഞ്ചായത്തിലെ മുടവന്തേരിയെയും ചെക്യാട് പഞ്ചായത്തിലെ ഉമ്മത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന മയ്യഴിപ്പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെടിയാലക്കടവ് പാലം 3ാമത്തെ സ്പാനിന്റെയും അവസാനത്തെയും കോൺക്രീറ്റ് ഇന്ന് പൂർത്തിയാകും. 67 മീറ്റർ ദൈർഘ്യം വരുന്ന പാലത്തിന്റെ 22 മീറ്റർ നീളമുള്ള 3ാമത്തെ സ്പാനിന്റെ കോൺക്രീറ്റ് ആണ് പൂർത്തിയാകുന്നത്. കാലവർഷത്തിനു മുൻപ് പുഴയിലെ നിർമ്മാണം പൂർത്തീകരിച്ച് കരകയറാനുള്ള ലക്ഷ്യത്തോടെയാണ് വർക്ക് പുരോഗമിക്കുന്നത്. MLA EK വിജയൻ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചതിനെ തുടർന്നാണ് നിലച്ചുപോയ വർക്കിന് വീണ്ടും വേഗത കൂടിയത്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മിനി PK, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് CS, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനി NV, ഓവർസിയർ ജസ്ന T എന്നീ ഉദ്യോഗസ്ഥർ കോൺക്രീറ്റിനു മുൻപ് സൈറ്റ് സന്ദർശിച്ചു. പൊളിച്ചുമാറ്റിയ കെട്ടിടാവശിഷ്ടങ്ങൾ റോഡരികിൽ തള്ളിയത് അപകട ഭീഷണിയായി. നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ സംസ്ഥാന പാതയോരത്താണ് കോൺക്രീറ്റ് അവശിഷ്ടങ്ങളുടെ കൂമ്പാരമുള്ളത്. ഇതോടെ ഫുട്പാത്ത് വഴിയുള്ള കാൽനട യാത്ര തടസ്സപ്പെട്ടു. പൊതുവെ ഇടുങ്ങിയ ഭാഗമാണ് ഇവിടം. റോഡിലെ ടാർ ചെയ്ത ഭാഗത്തിറങ്ങി മാത്രമേ സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഗതാഗത കുരുക്കും വർദ്ധിച്ചു. കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരം ടാർപോളിൻ ഉപയോഗിച്ച് മൂടാനോ വെള്ളമൊഴിച്ച് നനക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. വാഹനങ്ങൾ പോകുമ്പോൾ ഇതിൽ നിന്നുയരുന്ന പൊടി നിമിത്തം സമീപത്തെ ആശുപത്രിയിലെ രോഗികളും ബുദ്ധിമുട്ടുകയാണ്. ഹോട്ടൽ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും പൊടിശല്യം രൂക്ഷമാണ്. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ട്. 2 ദിവസമായി സംസ്ഥാന പാതയോരത്തെ കാഴ്ചയാണിത്. അധികൃതരുടെ സത്വര ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വളയം UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 2 മാസങ്ങളിലായി നടന്നുവരുന്ന വൈവിധ്യമാർന്ന പരിപാടികളുടെ സമാപനവും 33 വർഷത്തെ വിശിഷ്ട സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ KK സജീവ് കുമാറിന് നൽകുന്ന യാത്രയയപ്പും സമ്മേളനവും നടന്നു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ EK വിജയൻ MLA അധ്യക്ഷത വഹിച്ചു. സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ K സൈനുൽ ആബിദ് മുഖ്യാതിഥിയായി. ശതാബ്ദിയുടെ ഭാഗമായുള്ള ലോഗോ രൂപകൽപ്പന ചെയ്ത KK ഷിബിനിനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ നൃത്തങ്ങളും മറ്റ് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകൾ പൂർണ്ണമായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.